എല്ലാവർക്കും നമസ്കാരം. കുറേ നാളുകളായി വീഡിയോസ് ഒന്നും ഇടുന്നില്ലായിരുന്നു. കുറച്ച് തിരക്കും പരിപാടികളൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ഇടാതിരുന്നത്. അപ്പം ഞാനിനി വീഡിയോസ് ഒന്നും ഇടുന്നില്ല എന്നൊക്കെ ഓർത്തിരുന്നതാണ്. അപ്പോൾ പിന്നെ ഞാൻ ഓർത്ത് ഇത്രയോ സബ്സ്ക്രൈബ്സൊക്കെ ആയ ഒരു യൂട്യൂബ് ചാനൽ പിന്നെ നമ്മൾ വീഡിയോസ് ഒന്നും ഇടാതിരിക്കുന്നത് അഴുക്കല്ലേ. നമ്മുടെ എത്രയോ പേര് നമ്മളെ സപ്പോർട്ട് ചെയ്താൽ, അപ്പോൾ അതൊക്കെ ഓർത്തപ്പോൾ പിന്നെ ഒന്ന് ഇട്ടേക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇത് ഇന്നലെ ഞാൻ ഒരിടം വരെ പോയിട്ട് വന്നപ്പം എന്നെ വീണാമ്മയുടെ അച്ഛൻ കൊടുത്തു വിട്ടതാണ് 2 ചക്ക തന്നു വിട്ടു. അപ്പോൾ രാവിലെ ഉണ്ടാക്കാൻ വേണ്ടി ഉച്ചക്കത്തേക്ക് വേണ്ടി അവൾ ചക്ക വേവിച്ചത് ഉണ്ടാക്കുമായിരുന്നേ. അപ്പോൾ ഇച്ചിരി പൊട്ട് രാവിലത്തേക്ക് എൻ്റെ കുഞ്ഞിക്കിളി എഴുന്നേറ്റതേ ഉള്ളൂ. കുഞ്ഞിക്കിളി രാവിലെ പല്ലൊക്കെ തേച്ച് പൊട്ട് കഴിക്കാനുള്ള പരിപാടിയിലായിരുന്നു. വീണാമ്മ ഇതെല്ലാം ഒരുക്കി ചക്ക വേവിച്ചത്, കാരണം ഒത്തിരി നാളായില്ലോ ചക്ക വേവിച്ചത് കഴിച്ചിട്ട്. അപ്പോൾ ഇന്നാളൊരു ദിവസം ചക്ക കൊണ്ടുവന്നപ്പോഴത്തേക്കും ഞാൻ അതും ഇന്നാൾ വീണാമ്മയുടെ അച്ഛൻ കൊടുത്തു വിട്ടതായിരുന്നു. അത് ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് നിങ്ങളെല്ലാവരും കണ്ട വീഡിയോ ആണ്. എന്ന് പറഞ്ഞാൽ ഈ പ്രാവശ്യം വലിയ ചക്കയല്ല തന്നുവിട്ടത്, 2 ചെറിയ ചക്കയാണ് തന്നുവിട്ടത്. അപ്പോൾ ഒരെണ്ണം നല്ല രീതി പഴുത്തതും വരിക്കച്ചക്കയായിരുന്നു, അതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇതും വരിക്കച്ചക്കയാണ്, അത് എൻ്റെ വിളഞ്ഞ ചക്കയാണ്, വേവിക്കാൻ പരുവത്തിനുള്ള. ഒന്നും നോക്കിയില്ല. രാവിലെ ഞങ്ങൾ രണ്ടും കൂടി ഇരുന്ന് ഇതെല്ലാം പൊളിച്ച് റെഡിയാക്കിയിട്ട് ഉച്ചക്കത്തേക്ക് ഇച്ചിരി ചക്ക വേവിച്ചതും കൂട്ടി ചോറുണ്ണാവല്ലോ എന്നുള്ള ആഗ്രഹത്തിൻ്റെ പേരിൽ സാധനമൊക്കെ സെറ്റാക്കി അങ്ങ് വെച്ചേച്ചും വച്ചും ഇനിയാണ് ഇതിൻ്റെ രുചിക്കൂട്ടുകളുടെ കലവറയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. കണ്ടോ, ഇത് നമുക്ക് മഴവിൽ മനോരമയിലുണ്ടായിരുന്ന സമയത്ത് അവിടുന്ന് ഈ സമ്മാനം കിട്ടും, വെളിച്ചെണ്ണ, പവിഴം റൈസിൻ്റെ. എന്നാൽ കിടിലം വെളിച്ചെണ്ണയാണെന്നറിയും. കാരണം അത് പ്യുവർ വെളിച്ചെണ്ണയാണ്, നല്ല മണമാണ്. ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടാക്കി കഴിയുമ്പോൾ അതിനകത്ത് കടുക് അങ്ങോട്ട് ഇട്ടപ്പോഴത്തേക്കും ദൈവമേ, വിശക്കാൻ സ്റ്റാർട്ടിങ് ആയി വിശപ്പിൻ്റെ. ആ ചക്ക വേച്ച് മനസ്സിൽ കിടക്കുന്നുണ്ടേ. പിന്നെ അതിനകത്തോട്ട് ഉള്ളിയും കൂടെ ഇട്ടു. പിന്നെ നമ്മൾ പറയണ്ടല്ലോ, ഒരു പ്രത്യേക മണമല്ലേ. പിന്നെ അതിനകത്തോട്ട് കുറച്ച് സാധനങ്ങളും എൻ്റെ കിടുപിടി എല്ലാം കൂടെ എടുത്തിട്ടപ്പോഴത്തേക്കും ചക്ക വേവിച്ചത് എങ്ങനെയും അങ്ങ് കഴിച്ചാൽ മതി എന്നുള്ള ചിന്താഗതിയായിരുന്നു. ഒരു വിധത്തിൽ ഞാൻ വായിക്കൂടെ കൊതിവിട്ട ഈ വീഡിയോ എടുത്തത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണണം. ഇതുപോലെ ചക്ക കിട്ടാൻ നേരത്ത് നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ചെയ്യണം. സത്യം പറഞ്ഞാൽ അതിൻ്റെ കൂടുതൽ ഇച്ചിരി മീൻകറി ഉണ്ടായിരുന്നു, നമുക്ക് പൊളിക്കാതെ. പക്ഷേ ഞാൻ രാവിലെയൊക്കെ നോക്കിയിരുന്നിട്ട് ഞങ്ങളുടെ കയ്യിൽ ഒരു മീൻകാരൻ പോലും വന്നില്ല. അതുകൊണ്ട് അവിടെ നമ്മൾ പരാജയപ്പെട്ടു. പക്ഷേ ചക്ക വേവിച്ചതിന് മുടിയാനായിട്ടുള്ള ടേസ്റ്റായിരുന്നു കേട്ടോ. അത് കണ്ടോ, പറയുമ്പോൾ തന്നെ എൻ്റെ വായിക്കൂടെ വെള്ളം ഒഴുകി വരിക. അപ്പം നമ്മൾ ഉള്ളിയും മുളകും കറിവേപ്പിലയും കടുകും എല്ലാം കൂടെ തളിച്ച അമ്പള ആ ചക്ക വേവിച്ചതിനകത്തോട്ട് അങ്ങോട്ട് ഇട്ടും മച്ചും ഇനിയാണ് നമ്മുടെ പരിപാടികൾ നിങ്ങൾ കാണേണ്ടത്. ഇതാണ് നമ്മുടെ ചക്ക വേവിച്ചതാണ് ഈ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. കുഞ്ഞി പറഞ്ഞത് തൊടുമ്പോൾ സൂക്ഷിച്ചു, കാരണം ഇത് ചൂടാണ്. എന്താണ് ചൂടാ ഒരുണ്ട് ചെല്ലക്കട്ടെ. ഇതിങ്ങനെ ഉണ്ട്. ഇതിന്റെ കൂട്ടത്തിൽ സത്യം പറഞ്ഞോണ്ടിരുന്നത് മത്തിക്കറി, സത്യം നല്ല മത്തിക്കറി ഉണ്ടായിരുന്നു, മോര് കാച്ചിയതും, ഒരു നമ്മുടെ ഇന്നുണ്ടാക്കിയ നാരങ്ങ. ഇതാണ് നമ്മുടെ ചക്ക. ടേസ്റ്റ് നോക്കാം, സൂപ്പർ സാധനം. ഇതാര് കൊണ്ടുവന്ന ചക്കയാ? വീണാമ്മയുടെ അച്ഛൻ അവിടുന്ന് കൊടുത്തു വിട്ടത് ചക്കയാണ്. കുറേ ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് ഞങ്ങൾ വേറെ അടുത്തും കൊടുത്തു. ടേസ്റ്റ് നമുക്ക് നോക്കാം. സൂപ്പറാണോ നോക്കി? നല്ല സൂപ്പറാണോ? സൂപ്പർ. അവിടെ പറ സൂപ്പർ സൂപ്പർ. അപ്പൊ ഇനി വീണാമ്മക്ക് ഏത് കഴിച്ച ചെറുപ്പം നോക്കാം. സൂപ്പർ. അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ദൈവത്തെ ഓർത്ത് ഞങ്ങളോട് പറയരുത്, ഉണ്ടാക്കി തരാൻ കല്ലിക്കൂട്ടൊരു പരിപാടിയാണ്. ഓക്കെ.